ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോവാണ്. അതിനൊരു അടിപൊളി പേരുണ്ട് ചിക്കൻ 65. അപ്പോൾ ഈ ചിക്കൻ 65 എന്ന് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും തന്നെ തോന്നിയിട്ടുണ്ടാവും ഈ 65 എന്നത് എന്താണ് വെറൈറ്റി നോർമൽ ചിക്കൻ ഫ്രൈയും ചിക്കൻ 65 എന്നും. അപ്പോൾ അതിന്റെ പുറകിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. അതായത് 1965 ഈ ഫേമസ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഡിസ്കവർ ചെയ്തെന്ന് പറയാം. അതേപോലെ ആ സമയത്ത് ഒരു ഫേമസ് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, ബുഹാരി എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ മെനുവിൽ 65 നമ്പറിൽ കിടന്നിരുന്ന ചിക്കൻ ഫ്രൈ ആണത്. അപ്പോൾ എല്ലാവർക്കും ആ സമയത്ത് ഇഷ്ടപ്പെട്ടു, അതൊരു ഫേമസ് ആയി ആ ഇയറിൽ. അപ്പോൾ ചിലപ്പോൾ അതായിരിക്കാം ആ ഒരു റെസ്റ്റോറൻറ്റിനെ ബേസ് ചെയ്തൊരു ചിക്കൻ 65 വന്നതെന്ന് പറയുന്നുണ്ട്. ഏതാണെങ്കിലും ഡിഷ് അടിപൊളിയാണ്. നമുക്ക് നമ്മുടെ ആ ഒരു ഫേമസ് ചിക്കൻ 65 നമ്മുടെ കിച്ചണിൽ ഉണ്ടാക്കാം. നമ്മൾ ചിക്കൻ 65 ആവശ്യമായിട്ടുള്ള ചിക്കനാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് എന്തോരം ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കി കഴിഞ്ഞാൽ മസാലകളൊക്കെ പിടിക്കാൻ നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വീട്ടിൽ ഇപ്പോൾ കുട്ടികൾക്ക് കഴിക്കാനായിട്ട് എളുപ്പം എല്ലില്ലാത്ത ചിക്കനാണ്. ഞാൻ അതുകൊണ്ട് തന്നെ എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. എല്ലോട് കൂടിയുള്ള ചിക്കൻ കുറച്ചുകൂടി ടേസ്റ്റാണ്. അപ്പം നമുക്ക് അതിനനുസരിച്ച് എടുക്കാം. അപ്പോൾ ഇതാദ്യം നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ടുള്ള നമുക്ക് പാത്രം എടുത്തിട്ട് നമുക്ക് അതിനായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഇടുവാണ്. ഇതിപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. 1 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ ലെമൺ, 1/4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടിയാണ്. ചെറിയ ജീരകത്തിന്റെ പൊടി, 2 ടേബിൾ സ്പൂൺ തൈര്. ഈ തൈര് ഇടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ കുറച്ചും കൂടി സോഫ്റ്റ് ആവാനായിട്ട് തൈരിട്ടാൽ നന്നായിട്ട് വരും, നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇത് ഓപ്ഷണൽ ആണ്, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി തൈര്. ഇനി ഒരു എരിവിന് വേണ്ടി നമ്മൾ ഇടുന്നത് ഏകദേശം 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ്. നമ്മൾ ഇപ്പോൾ സ്പൈസി ആയിട്ട് നമ്മുടെ ഇത് ഒരു ചിക്കൻ 65 എന്ന് പറയുന്നത് ഹോട്ട് ആൻഡ് സ്പൈസി, ഏകദേശം റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത് ചിക്കൻ 65ന്റെ പ്രോപ്പർ ആയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ അതിൻ്റെ സ്പൈസിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഈ ചില്ലി പൗഡറിന് കുറച്ച് കളർ കുറവായത് കാരണം ഞാൻ കുറച്ച് കളർ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അത് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഭംഗി കിട്ടാനും അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ ആഡ് ചെയ്തത്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ചേർക്കണ്ട. ഇനി അതിനാവശ്യമായിട്ടുള്ള ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമ്മളിപ്പോൾ ചിക്കൻ 65 മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ഗ്രേവി ആയിട്ട് നന്നായിട്ട് എടുക്കാം. നല്ല പേസ്റ്റ് ആക്കി എടുത്തതിന് ശേഷം ഇതിന്റെ ഉപ്പൊന്ന് നോക്കുക. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉപ്പ് നോക്കാനായിട്ട് പാടായിരിക്കുള്ളൂ. ഇതിലോട്ട് നമ്മൾ നന്നായിട്ട് ഇത്തിരി ചൊറക്കയിലും ഉപ്പിട്ട് കുറച്ച് നേരം കുതിർത്തി വെച്ച് നന്നായിട്ട് കഴുകി അരിഞ്ഞ് വെച്ചേക്കുന്ന ചിക്കനാണ്. അതിട്ട് കൊടുക്കുവാണ്. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ 65 മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇവിടെ റെഡിയാണ്. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റോളം ഞാനിത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിലും നല്ലതാണ്. ഉച്ചക്കത്തെ ഫംഗ്ഷനൊക്കെ വേണ്ടി രാവിലെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ഉച്ചക്ക് എടുത്താലും അത് വളരെ നല്ലതായിരിക്കും. കാരണം ഈ മസാലകളെല്ലാം ഈ ചിക്കനിലെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റി ആയിരിക്കുള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് ഓവർകോട്ട് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇതിലോട്ട് ഓവർകോട്ട് ചെയ്യാനുള്ള പൊടികളൊന്നും ഇട്ടിട്ടില്ല. അത് നമ്മൾ സെപ്പറേറ്റ് ആണ് ചെയ്യുന്നത്. അതിനായിട്ടുള്ള നമ്മുടെ പൊടികളെല്ലാം റെഡിയാണ്. ഇത് നമ്മുടെ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി അതിനുവേണ്ടി എടുക്കുവാണ്. ഇത് കോൺഫ്ലോർ 2 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. മൈദ 3 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഇങ്ങനെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചിക്കനാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കോട്ട് ചെയ്യാനായിട്ടുള്ള പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കിനി അത് നമ്മുടെ ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് നമുക്ക് കോട്ട് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചിക്കൻ അതിൽ നിന്ന് എടുത്തിട്ട് ഇതിലോട്ട് ഇടുവാണ്. ഇട്ടിട്ട് ഒരുപാട് നമ്മൾ ഇട്ട് കുഴയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ പൊടി ഒന്ന് ഫൈനായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഒന്നും
പൊടി ഒന്ന് തട്ടി കൊടുത്തതിന് ശേഷം നമ്മുടെ പ്ലേറ്റിൽ എടുത്തു വെക്കുക. സെയിം തന്നെ എല്ലാ ചിക്കനും നമുക്ക് ഇതിലോട്ട് ഇട്ടിട്ട് ആ ഒരു പ്ലേറ്റിലോട്ട് റെഡിയാക്കി വെക്കുക. അപ്പം നമ്മുടെ ചിക്കൻ എല്ലാം തന്നെ നമ്മൾ ആ അരിപ്പൊടി, മൈദ, കോൺഫ്ലോറിൽ കോട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുവാണ്. ഇനി നമ്മൾ ഈ ചിക്കനെ ഫ്രൈ ചെയ്യാൻ പോവാണ്. നന്നായിട്ട് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യാൻ പോവാണ്. ഇടയ്ക്കൊന്ന് തിരിച്ചു കൊടുക്കുക. ചിക്കൻ ഫ്രൈ ആയിട്ട് അധികം ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് കുക്കാവുന്ന ഒരു നോൺ വെജ് ആണിത്. ഒരു 3 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. നമ്മളത് വറുത്തുകൂടി എടുക്കുവാണ്. ചിക്കന് ഇതുപോലെ 2-3 സെക്ഷനായിട്ട് വറുത്തുകൂടി എടുക്കുക. നമ്മുടെ ചിക്കൻ എല്ലാം അപ്പം നന്നായിട്ട് ക്രിസ്പി ആയിട്ട്, എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് ചിക്കനെല്ലാം വെന്ത് നല്ല റെഡി ആയിട്ട് ഇരിക്കുവാണ്. ഇനി നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ്, ഈ പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ആ വറുക്കാൻ ഉപയോഗിച്ച എണ്ണയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഒഴിക്കുവാണ്. അത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മുടെ കുറച്ച് വെളുത്തുള്ളിയും നമ്മുടെ ഗ്രീൻ ചില്ലി, പച്ചമുളകും പൊടിയായിട്ട് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇത് ഒരുപാട് മൊരിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അതിൻ്റെ പച്ചപ്പ് മാറുന്നവരെ ജസ്റ്റ് ഒന്ന് തന്നെ സോക്ക് ചെയ്തെടുക്കുക. അപ്പോൾ വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും പച്ചപ്പ് ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. ആ സമയത്ത് കുറച്ച് വേപ്പിലയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുവാണ്. നമ്മളിതിൽ ഈ സോസസും കാര്യങ്ങളൊന്നും ഒഴിക്കുന്നില്ല. ചിലരെ ടൊമാറ്റോ സോസ് അല്ലാതെ ചില്ലി സോസ് ഒഴിക്കുന്ന കാണാറുണ്ട്. നമ്മുടെ ചിക്കൻ ഓൾറെഡി ആവശ്യത്തിനുള്ള പുളിയും ഉപ്പും എല്ലാം കറക്റ്റായിട്ട് ഇരിക്കുവാണ്. ഒരു ഇച്ചിരി പെപ്പർ പൗഡർ കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. നമ്മുടെ ആ ഒരു നല്ലൊരു ചിക്കനിൽ ഇതെല്ലാം ഇതായി വരുമ്പോൾ നല്ലൊരു കളറുണ്ടാവും. ഇതിലോട്ട് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ 65ന്റെ ഫൈനൽ സ്റ്റേജാണ്. ഇത് ഒരുപാടിട്ട് ഇതാകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കൻ നമ്മുടെ വേപ്പിലയുടെ ഫ്ലേവറും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും ഫ്ലേവറെല്ലാം ഓയിലിലോട്ട് ഇറങ്ങി വന്ന് ചിക്കനായിട്ട് നന്നായിട്ട് ചേരുന്നുണ്ട്. നന്നായിട്ട് ചിക്കൻ അതിനോടുകൂടി ചേർന്ന് നമ്മളിനി ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. നമ്മുടെ ചിക്കൻ 65 ഇവിടെ റെഡി ആയിട്ടിരിക്കുവാണ്. അപ്പോൾ റെഡി ആയിട്ടിരിക്കുന്ന ചിക്കൻ്റെ മുകളിലോട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കുറച്ച് നമ്മുടെ മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് അതിന് നന്നായിട്ട് ഗാർണിഷ് ചെയ്യുവാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ 65 ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ചിക്കൻ 65 ഇവിടെ റെഡി ആയിട്ടിരിക്കുവാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ സാധാരണ ഇടുന്ന മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി അങ്ങനെ ഒന്നും നമ്മുടെ ഈ ചിക്കൻ ഫ്രൈയിൽ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇത് ശരിക്കും പ്രോപ്പറായിട്ടുള്ള ചിക്കൻ 65ന്റെ റെസിപ്പിയാണ്. സിമ്പിൾ ആണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ സാധാരണ ഈ കബാബ്, ചിക്കൻ ഫ്രൈ അതിലെല്ലാം നമ്മൾ ഒരുപാട് ഞാൻ പറഞ്ഞ ഈ പൊടികളെല്ലാം ആഡ് ചെയ്യാറുണ്ട്. ഇതിൽ നമ്മൾ അങ്ങനെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ കോട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അത് മറ്റ് റെസിപ്പീനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് തോന്നുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും.
അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചിക്കൻ 65 ഉണ്ടാക്കി നോക്കിയിട്ട് അതിന്റെ കമന്റുകൾ തീർച്ചയായിട്ടും അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ട് അതിലുള്ള ഓപ്ഷൻസ് 2-3 ഓപ്ഷൻസിൽ ഓൾ എന്നുള്ള ഓപ്ഷൻസ് അമർത്തുക. എന്നാലേ നമ്മുടെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ചിക്കൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി നമ്മുടെ ചിക്കൻ 65 ഇവിടെ തീർന്നിരിക്കുകയാണ്. ഇനി നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് നെക്സ്റ്റ് ടൈം കാണാം. ബൈ.